ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പിന്നെ നേരെ റെസിപ്പിയിലോട്ടേക്ക് വിടാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ അല്പം ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാൻ വേണ്ടി വെക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഒരു സ്നാക്ക്. പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചായ പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മിക്കവാറും ഒന്നോ രണ്ടോ കടികൾ തന്നെ ആയിരിക്കും എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാകുക. ഇപ്പോൾ പിന്നെ അറിയാലോ, യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒരു സ്നാക്ക് തന്നെ പല വിധത്തിൽ തയ്യാറാക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നാക്സ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കട്ടാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇളക്കി ഒരു മസാല മൊത്തത്തിലെല്ലാം സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. സ്നാക്കൊക്കെ തയ്യാറാക്കുമ്പോൾ മല്ലിയിലയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാകും. അങ്ങനെ നമ്മളെ മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടത് ബ്രെഡാണ്. ഒരു 5-6 സ്ലൈസ് ബ്രെഡ് ഒന്ന് ഞാൻ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് നല്ലോണം അതിലെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് അധികം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ചെറിയ ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു 5-8 സ്ലൈസ് ബ്രെഡ് തന്നെ വേണ്ടി വരും. അപ്പോൾ ബ്രെഡ് അധികമായാൽ നല്ല ടേസ്റ്റ് ഉണ്ടായേ ചെയ്യൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഇതിനി മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട്. മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആവുന്ന വിധത്തിൽ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ കൈകൊണ്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന വിധത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ മസാല അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം വണ്ണത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 8 ബോൾസാണ് ഈ ഒരു മസാല കൊണ്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എത്രയാണോ വേണ്ടതെന്നനുസരിച്ചിട്ട് സാധനങ്ങളിലൊക്കെ അളവ് മാറ്റം വരുത്തിയിട്ട് സ്നാക്ക് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഏകദേശം വലുപ്പമുള്ള ബോൾസ് തന്നെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ മുട്ടയൊന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മസാല ആക്കുന്ന സമയത്ത് മുട്ട ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ പക്ഷേങ്കിൽ ഇങ്ങനെ മുട്ട ഇതുപോലെ ഒന്ന് 8 പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓരോ ബോൾസിൻ്റെ ഉള്ളിലും ജസ്റ്റ് ഒന്ന് ഹോളാക്കി കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പീസ് വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ കവറാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ ബോൾസ് ഇങ്ങനെ റെഡിയായി വരും. അങ്ങനെ ബാക്കിയുള്ള ബോൾസിൻ്റെ ഉള്ളിലും ഇതുപോലെ മുട്ടയൊന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ഓരോ ബോൾസും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് ഓയിലിലൊന്നല്ല, ഒരു ജസ്റ്റ് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഒന്ന് പുറം ഭാഗമൊക്കെ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഓയിൽ ചൂടായിട്ടാകുമ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം.
ഇതുപോലെ ഒന്ന് എന്നിട്ട് കുറച്ച് സമയം ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൊട്ടിയൊക്കെ ഡേറ്റ് തീരുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.